എത്ര തടയാൻ ശ്രമിച്ചാലും ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിരന്തരം കടന്നുവന്നിട്ടുണ്ടോ? അവർ നിങ്ങളുടെ തലയിൽ സ്ഥിരമായി സ്ഥാനം പിടിച്ചിരിക്കുന്നതുപോലെയാണത്. എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ്: അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതോ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കളിയാക്കുകയാണോ? മനഃശാസ്ത്രജ്ഞർ വർഷങ്ങളായി ഇത് പഠിച്ചിട്ടുണ്ട്. ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നതിലും അതിശയകരമാണ്. നമ്മുടെ മസ്തിഷ്കം വൈകാരിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന രീതി മുതൽ പരിഹരിക്കപ്പെടാത്ത ബന്ധങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ വരെ, നിങ്ങൾക്ക് അവയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാത്തതിന്റെ കാരണവും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ എന്നതും ഞങ്ങൾ വിശദീകരിക്കുന്നു. എന്നെ വിശ്വസിക്കൂ, ഇതിന്റെ അവസാനത്തോടെ നിങ്ങളുടെ ചിന്തകളെയും ആ വ്യക്തിയെയും നിങ്ങളൊരു പുതിയ രീതിയിൽ കാണും. 1. സ്ഥിരമായ ചിന്തകളുടെ മനഃശാസ്ത്രം. ആരെങ്കിലും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് യാദൃശ്ചികമല്ല, അത് മനഃശാസ്ത്രമാണ്. നിങ്ങളുടെ മസ്തിഷ്കം അവരെ ഓർമ്മിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് ആഴത്തിലുള്ള എന്തെങ്കിലും മുറുകെ പിടിക്കുന്നു. ഇതിനുള്ള ഒരു കാരണം സൈഗാർനിക് ഇഫക്റ്റാണ്. നമ്മുടെ മനസ്സ് പൂർത്തിയാകാത്ത വൈകാരിക അനുഭവങ്ങളിൽ ഉറച്ചുനിൽക്കുന്ന ഒരു മാനസിക പ്രതിഭാസം. നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ എന്തെങ്കിലും പരിഹരിക്കപ്പെടാതെ പോയതായി തോന്നിയാൽ, മുറിഞ്ഞുപോയ ഒരു സംഭാഷണം, ഒരിക്കലും ആരംഭിക്കാത്ത ഒരു ബന്ധം, അല്ലെങ്കിൽ അവസാനമായി തോന്നാത്ത ഒരു വിടവാങ്ങൽ എന്നിവ ഉണ്ടായാൽ, നിങ്ങളുടെ മസ്തിഷ്കം അവയെ തിരികെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഒരിക്കലും വരാത്ത ഒരു പൂർത്തീകരണം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പിന്നെ വൈകാരിക പ്രേരകങ്ങളുണ്ട്. ചില വികാരങ്ങൾ, സ്നേഹം, ഗൃഹാതൃത്വം, ഖേദം, ഓർമ്മകളെ കൂടുതൽ ശക്തമാക്കുന്നു. ഒരു ഗാനം, ഒരു സുഗന്ധം, ഒരു ക്രമരഹിതമായ സ്ഥലം പോലും അവ ഒരിക്കലും വിട്ടുപോകാത്തതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് തൽക്ഷണം വലിച്ചെടുക്കുന്നു. തലച്ചോറിന്റെ പ്രതിഫല രാസവസ്തുവായ ഡോപ്പമൈൻ മറക്കരുത്. ആരെങ്കിലും ഒരിക്കൽ നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ ഉജ്ജീവിപ്പിക്കുകയോ വൈകാരികമായി തീവ്രമാക്കുകയോ ചെയ്തപ്പോൾ, നിങ്ങളുടെ മസ്തിഷ്കം അവരെ ആ തിരക്കിലേക്ക് ബന്ധിപ്പിക്കുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്തോറും നിങ്ങൾ രൂപപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു ശീലം പോലെ ഈ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. എന്നാൽ യഥാർത്ഥ ചോദ്യമിതാണ്: ഇതൊരു വൈകാരിക ബന്ധമാണോ, അതോ നിങ്ങളുടെ മസ്തിഷ്കം തകർക്കാൻ വിസമ്മതിക്കുന്ന ഒരു മാനസിക ലൂപ്പാണോ? 2. ഇത് പ്രണയമാണോ, അതോ വെറുമൊരു ആസക്തിയാണോ? അപ്പോൾ ഇത് യഥാർത്ഥ പ്രണയമാണോ, അതോ വെറുമൊരു ആസക്തിയാണോ? ആഴത്തിലുള്ള ചിന്തകളെ ആഴത്തിലുള്ള വികാരങ്ങളായി തെറ്റിദ്ധരിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ മനഃശാസ്ത്രം നമ്മോട് പറയുന്നത് ഒരു വ്യത്യാസമാണെന്നാണ്. വൈകാരിക ബന്ധം, പരസ്പര ധാരണ, പങ്കിട്ട അനുഭവങ്ങൾ, സുരക്ഷിതത്വബോധം എന്നിവയിലാണ് യഥാർത്ഥ സ്നേഹം കെട്ടിപ്പടുത്തുന്നത്. അർത്ഥവത്തായ സംഭാഷണങ്ങൾ, യഥാർത്ഥ വാത്സല്യം, അല്ലെങ്കിൽ ശക്തമായ വൈകാരിക ബന്ധം എന്നിവ കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ. എന്നാൽ ആസക്തി വ്യത്യസ്തമാണ്. ആസക്തി അടിയന്തരവും അമിതവുമാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ. നിങ്ങൾ അവരുടെ വാചകങ്ങൾ അമിതമായി വിശകലനം ചെയ്യുന്നതും, മുൻകാല ഇടപെടലുകൾ വീണ്ടും വായിക്കുന്നതും, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഇടയ്ക്കിടെ പരിശോധിക്കുന്നതും കണ്ടെത്തിയേക്കാം. ഊഷ്മളതയും ബന്ധവും അനുഭവപ്പെടുന്നതിനു പകരം അത് നിങ്ങളെ ഉത്കണ്ഠാകുലനും അസ്വസ്ഥനും സ്ഥിരീകരണത്തിനായുള്ള ആഗ്രഹവുമുണ്ടാക്കുന്നു. ഇതാണ് തന്ത്രപരമായ ഭാഗം. നിങ്ങളുടെ തലച്ചോറിന് എല്ലായ്പ്പോഴും വ്യത്യാസം അറിയില്ല. നിങ്ങൾ ഒരാളിൽ ദൃഢമായി ഉറച്ചു നിൽക്കുമ്പോൾ അതേ നാഡീപാതകൾ ആസക്തിയായി സജീവമാകുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്തോറും ശീലം കൂടുതൽ ആഴത്തിൽ രൂപം കൊള്ളുന്നു. അതിനാൽ സ്വയം ചോദിക്കുക: യഥാർത്ഥ വികാരങ്ങൾ മൂലമാണോ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, അതോ നിങ്ങളുടെ മനസ്സ് എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാത്ത ഒരു ലൂപ്പിൽ കുടുങ്ങിയിരിക്കുകയാണോ? 3. അദൃശ്യബന്ധങ്ങളുടെ മിത്ത്. നിങ്ങൾക്കവരെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണോ? അദൃശ്യബന്ധങ്ങളിൽ വിശ്വസിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. എങ്ങനെയെങ്കിലും ആരെങ്കിലും നമ്മുടെ മനസ്സിലുള്ളപ്പോൾ അവർ ഒരേ സമയം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകണം. എന്നാൽ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒരു സിദ്ധാന്തം ഊർജ്ജസ്വലമായ ബന്ധമാണ്. ചിന്തകളും വികാരങ്ങളും ആളുകൾക്കിടയിൽ ഒരു അദൃശ്യബന്ധം സൃഷ്ടിക്കുന്നു എന്ന ആശയം. ചിലർ അവകാശപ്പെടുന്നത് യാദൃശ്ചികമായി ഒരാളെക്കുറിച്ച് ചിന്തിച്ച് മിനിറ്റുകൾക്ക് ശേഷം അവരിൽ നിന്നൊരു സന്ദേശം ലഭിച്ച നിമിഷങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ്. യാദൃശ്ചികതയോ മറ്റോ ആണ്. ശാസ്ത്രം വ്യത്യസ്തമായൊരു വിശദീകരണം നൽകുന്നു. സാമൂഹികവും വൈജ്ഞാനികവുമായ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറ് പാറ്റേൺ തിരിച്ചറിയലിനായി വയർ ചെയ്തിരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരാളെക്കുറിച്ച് ധാരാളം ചിന്തിക്കുമ്പോൾ അടയാളങ്ങൾ പോലെ തോന്നുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു.
ലൈസൻസ് പ്ലേറ്റിൽ ഇനീഷ്യലുകളുള്ള ഒരു കാറ് പോലെയോ അല്ലെങ്കിൽ എല്ലായിടത്തും അവരുടെ പേര് കേൾക്കുന്നതുപോലെയോ? വാസ്തവത്തിൽ ഇവയെല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സ് അവരെ തിരയാൻ തുടങ്ങുന്നതുവരെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ കണ്ണാടി പ്രഭാവമുണ്ട്. നിങ്ങൾ അവരുടെ ഉള്ളടക്കത്തിൽ നിരന്തരം ഇടപഴകുകയോ അവരുടെ പോസ്റ്റുകളോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ ചിത്രം നോക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ നിങ്ങളെക്കുറിച്ചുള്ള ധാരണയെ സൂക്ഷ്മമായി സ്വാധീനിക്കുകയാണ്. അവരുടെ ലോകത്തിലെ നിങ്ങളുടെ സാന്നിധ്യം എത്ര ചെറുതാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ അവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരുപക്ഷേ ഇല്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ എത്രത്തോളം ശക്തി നൽകുന്നുവോ അത്രയധികം അവ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. 4. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ സ്വതന്ത്രരാകാം? ഈ നിരന്തരമായ ലൂപ്പ് നിങ്ങളെ ക്ഷീണിപ്പിക്കുകയോ ശ്രദ്ധ തിരിക്കുകയോ അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുകയോ ചെയ്യുന്നെങ്കിലോ? സന്തോഷവാർത്ത എന്തെന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തി നേടാമെന്നതാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സ് അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. ആദ്യം ചിന്താ ലൂപ്പുകളിൽ നിന്ന് വേർപെടുക. അവ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം ചിന്തയോട് പോരാടരുത്, അത് നിരീക്ഷിക്കുക. ഓ, അവ വീണ്ടും വന്നു എന്ന് സ്വയം പറയുക. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. നിങ്ങൾ കൂടുതൽ എതിർക്കുന്തോറും ചിന്ത ശക്തമാകും. പകരം ആകാശത്തിലെ ഒരു മേഘം പോലെ അതിനെ കടന്നുപോകാൻ അനുവദിക്കുക. രണ്ടാമതായി, ആസക്തിയെ പുതിയ അഭിനിവേശങ്ങൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കുക. നിങ്ങളുടെ മസ്തിഷ്കം ഉത്തേജനത്തിൽ വളരുന്നു. നിങ്ങൾ അതിന് മറ്റെന്തെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നൽകിയില്ലെങ്കിൽ അത് സ്വതവേ അവരിലേക്ക് മടങ്ങും. ഒരു പുതിയ ഹോബി തിരഞ്ഞെടുക്കുക, ഒരു പ്രോജക്റ്റിൽ മുഴുകുക, അല്ലെങ്കിൽ നിങ്ങളെ ഊർജ്ജസ്വലമാക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക. ഇതാ ഒരു പരീക്ഷണം. മാനസികമായി പിന്മാറുക. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക. ചിലപ്പോൾ നമ്മൾ തന്നെയാണ് ബന്ധം സജീവമായി നിലനിർത്തുന്നത്. നിങ്ങൾ എത്തിച്ചേരുന്നത് നിർത്തുകയും പ്രതികരിക്കുന്നത് നിർത്തുകയും ചിന്തകൾക്ക് ഭക്ഷണം നൽകുന്നത് നിർത്തുകയും ചെയ്താൽ ഈ വ്യക്തി ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ നിങ്ങളെ തേടി വരുന്നുണ്ടോ? സത്യം, നിങ്ങളുടെ മനസ്സ് ശക്തമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അതിൽ വളരെയധികം ഇടം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇടം തിരികെ എടുക്കാൻ കഴിയും. നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ അതൊരിക്കലും അവരെക്കുറിച്ചല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. അതെല്ലായ്പ്പോഴും നിങ്ങളെക്കുറിച്ചായിരുന്നു. പരസ്പര ചിന്തകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യമിതാ: ഒരാളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരു ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ മിക്കപ്പോഴും അത് ഏകപക്ഷീയമാണ്. നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾ മനസ്സിലാക്കുന്നതിലും വളരെക്കാലം വൈകാരിക ബന്ധങ്ങൾ മുറുകെ പിടിക്കുന്നു. നിമിഷങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, അർത്ഥം തിരയുന്നു, പൂർത്തിയാകാത്ത വികാരങ്ങളെ സജീവമായി നിലനിർത്തുന്നു. എന്നാൽ ഇതാ ട്വിസ്റ്റ്: ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ അമിതമായി ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഒരിക്കലും അത്ര പ്രധാനമായിരുന്നില്ല. നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതവർ നിങ്ങളെ അനുഭവിപ്പിച്ച രീതിയായിരിക്കാം. ഒരുപക്ഷേ അവർ ആവേശം ജ്വലിപ്പിച്ചിരിക്കാം, ഒരു ശൂന്യത നികത്തിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള എന്തെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കാം. ആ വ്യക്തി ഒരു പ്രതീകം മാത്രമാണ്. നിങ്ങളുടെ മനസ്സ് ശരിക്കും ഒരു വികാരത്തെ പിന്തുടരുകയാണ്. എന്നിട്ടും മറ്റൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ രണ്ടാളുകൾ ഒരാഴത്തിലുള്ള ബന്ധം പങ്കിടുമ്പോൾ സങ്കൽപ്പിച്ചതല്ല, യഥാർത്ഥമായ ഒന്ന് അവർ ഒരേ സമയം പരസ്പരം ചിന്തിക്കുന്നു. വിശദീകരണമില്ല, യുക്തിയില്ല, പറയാത്ത ഒരാകർഷണം മാത്രം. അപ്പോൾ അതേതാണ്? ഒരു മാനസിക മിഥ്യയോ അതോ യഥാർത്ഥ അദൃശ്യമായ ബന്ധമോ? ഉത്തരം അവരുടെ മനസ്സിലല്ല, നിങ്ങളുടേതാണ്.